എബവ് വിശ്വാസം നിലവാരമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മ എനിക്ക് 18 വയസ്സാകുമ്പോൾ അമ്മ എന്നോട് പറയണമെന്ന്. അപ്പോൾ അമ്മ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഡ്രൈവിങ് പഠിക്കാനായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവളത് വിചാരിച്ചത് അങ്ങനെയല്ല, 18 വയസ്സാകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പം അത്രയും തീഷ്ണതയുള്ള ആളാണ്. 18 വയസ്സാകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ 18 വയസ്സാകാൻ കാത്തിരിക്കേ. അപ്പോൾ അവളുടെ അമ്മ ഒരു ടീച്ചറാണ്. അവൾ 18 വയസ്സായ അന്ന് വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന പോലെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ആൾ ഭയങ്കര തീഷ്ണതായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. വളരെ തെറ്റൊന്നുമില്ല, വളരെ തീഷ്ണതായിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. ആ ഉടമ്പടി കിട്ടിയ കാശ് രൂപം ഈ സ്വന്തം കൊന്തമോതിരത്തിൽ പിന്ന് കുത്തി പിന്നിൻ്റെ അകത്ത് ഈ ഉടമ്പടി കാശ് രൂപ ഇട്ട് ഇറുക്കി പിടിച്ചാൽ നടക്കണത്. അപ്പം ചുമ്മാ അല്ല, വളരെ സീരിയസ് കമ്മിറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഇങ്ങനെ ഇത്രയും എക്സ്പ്രഷൻസ്, ഫെയ്ത്ത് എക്സ്പ്രഷൻസ് ഇത്തിരി കൂടുതലുള്ള ആളാണ്. അപ്പം ആളിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു ആഗ്രഹമേ ഉള്ളൂ. ആൾ ബ്രില്യൻ്റാണ്, ആഗ്രഹം ഇത്രയേ ഉള്ളൂ. എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ സീറ്റ് നേഴ്സിങ്ങിന് പഠിക്കണം. അതിൽ കുഴപ്പമില്ല, അവരുടെ പ്രൊഫഷൻസി അനുസരിച്ച് അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്, അവർക്ക് അതിനെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി യോഗ്യത ഇല്ലെങ്കിൽ പോലും ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഇവിടെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? മെറിറ്റ് അല്ല, മാർക്കല്ല എൻ്റെ അകത്ത് നോക്കണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ എന്തും ആഗ്രഹിക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ആഗ്രഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവം നമുക്ക് തന്നത്. എന്നിട്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ആഗ്രഹിക്കുന്നവരോടെല്ലാം കൂടി ദൈവം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? നീ ഈ ആഗ്രഹിക്കുന്ന ആക്രാന്തത്തിനേക്കാൾ വലുതല്ലേ ഞാൻ തന്നത് എന്ന് പറയും. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. അതാണ് വിഷയം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 റോമ 8:32 ഏറ്റവും ഇത് ക്യാപിറ്റൽ വേർഡാണ് കേട്ടോ. ഇതൊക്കെ എപ്പോഴും കിച്ചണിലൊക്കെ എഴുതിയിടേണ്ട, ഡ്രോയിങ് റൂമിനും സ്റ്റഡി റൂമിനൊക്കെ എഴുതി വെച്ച് പറ്റിച്ചു വെക്കേണ്ട പടങ്ങളാണ്. എന്താണ് റോമ 8:32? എന്താണ്? പുത്രനെ പോലും ഒഴിവാക്കാതെ, തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും, ഒന്ന് പറഞ്ഞ മക്കളെ, തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ, തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പം അതിൻ്റെ അകത്തൊരു വാക്ക് എന്താണുള്ളത്? സമസ്തവും എന്നുള്ള വാക്കുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു സമസ്തത്തിൽ എന്താണ് ഈ സമസ്തം വരുന്നത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു വ്യക്തിക്ക് സമസ്തവും ചോദിക്കാൻ പറ്റണത്? കാരണം യേശുക്രിസ്തു സമസ്തവും അവൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയത് കൊണ്ടാണ്. അതാണ് നമ്മൾ 1 Corinthians 15:26 വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ആരാധന ജീവൻ Corinthians 15:26-27 തിരുവചനങ്ങൾ. 1 Corinthians 15:26-27.
മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്ന കൊണ്ടാണ് എന്താണ് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ല എന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഉടമ്പടി വെക്കുന്ന എന്ത് വിഷയവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാൻ, ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ഒരു മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതാണ് സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ യേസാണെന്ന് പറയുന്നത്. ശ്രുതിയുടെ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ തിരുലോചനേ ആരാധന പാടം ജീവന്റെ തിരുലോചനേ. 2 കൊരിന്ത്യസ് 1:20. 2 കൊരിന്ത്യസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ വചനങ്ങളെല്ലാം ഒരേ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ്? യേശുക്രിസ്തുവിലെ നമ്മൾക്ക് ദൈവത്തോട് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും നിലനിൽപ്പിനാവശ്യമായ എല്ലാ കാര്യവും ക്രിസ്തുവിൽ ദൈവം അടക്കിയിട്ടുണ്ട്. ഈ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് വിഷയം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ എന്താ ചെയ്യണത്? നമ്മൾ വിഷയത്തിലാണ് വിശ്വാസം കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും സംഭവിക്കും. ഇത് നമ്മൾ റിക്കവർ ചെയ്യേണ്ട ഒരു അപകട മേഖലയാണ്. എന്താണ്? നമ്മൾ ഒരിക്കലും വിഷയത്തെ വിശ്വാസമായിട്ട് കണക്ട് ചെയ്യരുത്. കാര്യം എന്താണ്? വിഷയം ഓരോ മണിക്കൂറിലും ഓരോ വിഷയങ്ങളാണ്. ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ വിശ്വാസം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും വിശ്വാസം ഡാമേജ് ആകാം. മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ വിവാഹം, കല്യാണം, മക്കളുണ്ടാവുന്നത്, ജോലി, പ്രൊമോഷൻ, PR, പ്രോസസ്സിങ്, ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് വിശ്വാസം നമ്മൾ ഘടിപ്പിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം നമ്മൾ ക്രിസ്തുവുമായിട്ട് മാത്രമേ ഘടിപ്പിക്കാവൂ. കാര്യം ക്രിസ്തുവുമായി ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ക്രിസ്തു എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ തിരുലോചനേ ആരാധന ജീവന്റെ തിരുലോചനേ. IPO season is here. Explore all open and upcoming IPOs on Grow. Get complete details from minimum investment, bidding dates, lot size, issue size, even the financials. യോഹന്നാൻ 12:34. യോഹന്നാൻ 12:34. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം അതാണ് യാഥാർത്ഥ്യം. കർത്താവിൻ്റെ വചനത്തിലുള്ള വെളിപാട് എന്താണ്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നു.
അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം ക്രിസ്തുവുമായി കടുപ്പിച്ചിരിക്കുന്ന കാരണം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായത് കാരണം നമ്മുടെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിഷയവുമായി കടുപ്പിച്ച് കഴിഞ്ഞാൽ വിഷയം ഫ്ലോപ്പായ വിശ്വാസം ഫ്ലോപ്പാകും. അതുകൊണ്ട് ഈശോ ചോദിച്ചൊരു ചോദ്യം എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ലൂക്ക 18:8. ലൂക്ക 18:8. എങ്കിലും എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തുമോ? അപ്പോഴേ ഉള്ള വിഷയം എന്ന് വെച്ചാൽ എല്ലാ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് നിങ്ങൾ ഓർക്കരുത് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെ പറയണത്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വെളിപാടുണ്ടാകുന്നതും ഇടപെടലുണ്ടാകുന്നതും കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അതെപ്പോഴും നമ്മൾ ബോധം ഉണ്ടാകണം നമുക്കതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗ്രഹിക്കുന്നത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അതാണ് വിഷയം. അപ്പോൾ അവസാനം അവശേഷിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക തകർച്ചയാകാം, എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാകാം. ഈ പരീക്ഷണങ്ങളുടെ എല്ലാം അവസാനം എപ്പോഴായാലും ക്രിസ്തു വരും. പക്ഷേ എപ്പോഴും വരുന്നത് അതൊരു നാഷണൽ ഹൈവേ കൂടിയാണെന്ന് വരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും പഞ്ചായത്ത് റോഡിൽ കൂടിയായിരിക്കും വരണത്. പഞ്ചായത്ത് റോഡിൽ കുണ്ടും കുഴിയും വളവും തെരുവും കാടും യാതൊരു ട്രാഫിക്കും ഇല്ലാത്ത സ്ഥലത്തോട് ഞെരുങ്ങിയൊക്കെ വരും ക്രിസ്തു. ഒരിക്കലും നാഷണൽ ഹൈവേ കൂടി വരുമെന്ന് തോന്നില്ല. കാര്യം പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്, പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്. അപ്പോഴെപ്പോഴും വിശ്വാസത്തിൻ്റെ വില കൊടുത്തിട്ട് അവിടെ കിട്ടി ബോധിക്കണം. നമ്മൾ ഈ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ പ്രമാണത്തിന് മുമ്പ് തഹസിൽദാർ രജിസ്റ്റർ ചെയ്യണ മുമ്പ് കൊടുത്താളിനോട് ചോദിക്കും, പറമ്പ് വാങ്ങിയ ആളിനോട് പറമ്പ് കൊടുത്താളിനോട് ചോദിക്കും, കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? കാശ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രജിസ്റ്റർ ചെയ്യത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിലുള്ള വിഷയം. കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? ഈ വിശ്വാസത്തിന് ക്രിസ്തുവിന് അനുകൂലമായ അത്രയും വില കിട്ടി ബോധിച്ചോ എന്നാണ് ചോദിക്കണത്. അത് പരമപിതാവിൻ്റെ ഒരു ചോദ്യമാണ്. പരമപിതാവാണല്ലേ രജിസ്റ്റർ കച്ചേരി ഇരിക്കണത്. അപ്പോൾ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ക്രിസ്തുവിനല്ല എനിക്ക് തരാൻ പോണത്. അതിന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള സഹനങ്ങളെ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഇതിന് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ക്രിസ്തുവിന് നമുക്ക് കിട്ടണത്. പലപ്പോഴും ആദ്യകാലങ്ങളൊന്നും കുഴപ്പമില്ല, ജീവിച്ചു പോകാനുള്ള ആദ്യകാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും നിത്യത വിഷയമാക്കുമ്പോൾ അന്ന് മുതൽ ഇത് പേയ്മെൻ്റായിട്ട് വരും. നിത്യത ഇതിനകത്ത് ഒരു വിഷയമായി വന്നാൽ അനുദിന ജീവിതത്തിലെ കഞ്ഞിയും കപ്പയും ജോലിയും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകും. കാര്യം അതൊക്കെ എല്ലാം നമുക്ക് വിശ്വാസം ഉള്ളവർക്കും കിട്ടും, ഇല്ലാത്തവർക്കും കിട്ടും, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം ഇല്ലാത്തവർക്കും റാങ്ക് കിട്ടണില്ലേ, അവരും ജോലി കിട്ടണില്ലേ. അപ്പം ലോകത്തിലുള്ള ഇടപാട് പരിപാടിയൊക്കെ എല്ലാം എവരിപടി എല്ലാവർക്കും അത് കിട്ടും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ജോലിയും വീടും വിവാഹം കുഞ്ഞുങ്ങളും എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ക്രിസ്തുവിലൂടെ നേടിയെത്ത നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാം പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം എന്താ? അതെപ്പോഴും
എപ്പോഴും ഒരു സഹനം വന്നാൽ അപ്പോൾ ഓർത്തേക്കണം, ഒരു കാര്യമില്ലാതെ സഹനം വരൂ, ഒരു കാര്യം ഉണ്ടാകണ്ട. നിങ്ങൾ ഇപ്പം എന്താ വിഷയം? ഇപ്പം നിങ്ങൾ വളരെ വെള്ളം അടിക്കണില്ല, വേറെ ചുറ്റിക്കളികളൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, 10 മനുഷ്യനെ കണ്ടാൽ മനുഷ്യപ്പറ്റ് കാണിക്കുന്നുണ്ട്, ഇല്ലാത്തതിനുമായിട്ടുള്ളത് പങ്കുവെക്കുന്നുണ്ട്, അങ്ങനെ വളരെ വെടിപ്പും മേനയോട്ട് ജീവിച്ചാലും പണി 8 കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അറിയണം. അതെന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് എന്താ? നിഷ്കളങ്കനായാലും ശരി പണി കിട്ടുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതെന്താ കാര്യം? ഈശോ വല്ല തെറ്റും ചെയ്തിട്ടാണ് ഈ പങ്കപ്പാട് മുഴുവൻ അനുഭവിച്ചത്. അപ്പം തെറ്റ് ചെയ്യാതെ ഒരു പങ്കപ്പാട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസ് മതി. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്കൊരു പങ്കപ്പാട് കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലോ? അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെ നടന്നല്ലോ, കുഞ്ഞുനാൾ പോലും ഞാൻ ചോദിച്ചതല്ലേ വെള്ളമടിക്കാതെ ഒരു ഭർത്താവിനെ തരണമെന്ന്, എന്നിട്ട് ഇവൻ്റെ മൂക്ക് പിടിച്ച് ഞാൻ മുന്നാഴി കിട്ടുമല്ല, എന്ത് ചതിയാണ് ദൈവം എന്നോട് ചെയ്തത്? യു ഷുഡ് നോട്ട് ആസ്ക്. നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനുമില്ല. എന്താ കാര്യം? നീ നിഷ്കളങ്കമായി ആദ്യമേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയാണ്, അതെല്ലാം ദൈവം വരവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളെ, ഈ അവതാരത്തെ നിനക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ? ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. ഇനി ഇയാളെ വെച്ച് ക്രിസ്തുവിനെ നേടാൻ നോക്കണം. നീ ഈ ആളെ വെച്ചാണ് ക്രിസ്തുവിനെ നേടാൻ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അമ്മയുടെ പ്രസവം, ഈ ദൈവം അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിരിക്കുന്നത് അമ്മയോടാണ്. കാര്യം അപ്പയുടെ തിരുമനസ് പ്രകാരമാണ് പരിശുദ്ധാത്മാവിൽ അമ്മ ഗർഭം ധരിച്ചത്. പക്ഷേ ആ ഒരു പ്രസവത്തിന് പോലും ഒരു ചെറുവിരൽ അപ്പ അനക്കണില്ല. അത് കണ്ടാൽ മതി, നമുക്ക് കാര്യങ്ങളെല്ലാം ഒട്ടനെ മനസ്സിലാകും. ചിലർ പറയണത്, ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അമ്മ വഴിയിലാണ് പ്രസവിച്ചതെന്നാണ് പറയണത്. വഴിയിലാണ് പ്രസവിച്ചത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പുൽത്തൊട്ടിലാണ് പ്രസവിച്ചതെന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞ് കാലത്തൊഴുത്തി പ്രസവിച്ചതെന്നാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കണത് എന്താണ്? ആ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടി കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയിലെങ്ങാണ്ട് പ്രസവിച്ചിട്ടാണ് കൊണ്ടുവന്ന് വഴിയരികെ കണ്ട പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ഇതിന് അപ്പായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? അപ്പക്ക് പണ്ട് മുതലുള്ള പരിപാടിയാണ് സഹായം ഒന്നും ചെയ്ത് കൊടുക്കാതെ. കുരിശക്കിടന്ന് നിലവിളിച്ചിട്ട് സഹായം കൊടുത്തില്ല, പിന്നെയാണ് നമുക്ക് തരാൻ പോണത്. കുരിശക്കിടന്ന് ഏലോയിൽ ലമ സബദ്ധാനി, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചും ചോദിച്ചിട്ട് സഹായം കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള നല്ല ജ്ഞാനമാണ്. എന്താണ് കാര്യം? ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാൻ, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയാൻ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ച് ആ നല്ല കള്ളൻ ആ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ നല്ല കള്ളനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നീതി വെച്ച ബോഡിയാണ്, നാക്കാണെ കുഴയാണ്, വെള്ളമെല്ലാം ഒലിച്ചുപോയി, രക്തത്തിന് വരെ ഇപ്പം മഞ്ഞ വെള്ളമാണ് ബോഡിയിൽ നിന്ന് വരുന്നത്. തവളയെപ്പോലെ ഇങ്ങനെ കുരിശിൽ കിടക്കുകയാണ്, മുഴുവൻ മുള്ളും കുത്തിക്കയറ്റി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ആ രാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല ബോധമുണ്ട്. ആ കിടപ്പ് കിടക്കുമ്പോഴും താൻ പ്രവേശിക്കുന്ന നിത്യത, പിതാവ് നൽകുന്ന നിത്യതയെക്കുറിച്ച് ക്രിസ്തുവിന് ബോധമുണ്ട്. അതാണ് വിഷയം. ആ രാജ്യം ആണ്, നിത്യതയാണ് സമ്മാനമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇടക്കാൻ ആശ്വാസങ്ങളൊന്നും കൊടുക്കാത്തത്. ഇടക്കാൻ ആശ്വാസങ്ങൾ തരാതിരിക്കുമ്പോൾ ബോധമുള്ള ക്രിസ്ത്യാനി നീ മനസ്സിലാക്കണം. എന്താ കാര്യം? നിനക്ക് നിത്യതയിൽ കർത്താവ് ഷെയർ തന്നിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആഴമായി പ്രബോധനങ്ങൾക്ക് നന്ദി പറയുന്നു. നല്ല ശിഷ്യനായിരുന്നു എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്നാത്തിനാച്ചാ ഉടമ്പടി എടുക്കണതെന്ന്. अगर आपके और मेरी तरह शरण कोई मनी भी आपके बारे में पता होता तो उसकी हालत नहीं होती. फ्लाइट्स, होटल, ये